ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുകയാണോ? ഞാൻ കൊടുവള്ളി എൻ്റെ വീട്ടിലാണ് ഉള്ളത്. ഇന്നൊരു ഞായറാഴ്ചയാണ്, അപ്പോൾ അതൊരു വ്ളോഗാക്കി എടുക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ഇതിന് മുമ്പ് ഇതേപോലെ ഒരു 4-5 വ്ളോഗുകളൊക്കെ സ്റ്റാർട്ട് ചെയ്ത് വെച്ചിരുന്നു. ചിലത് കംപ്ലീറ്റ് ആയി, അത് പിന്നെ എഡിറ്റ് ചെയ്യാനുള്ള മടി കാരണം അവിടെ വെച്ചു. ചിലത് എടുത്തു തുടങ്ങിയിട്ട് പകുതി എത്തുമ്പോൾ മൂഡ് പോകുമ്പോൾ അത് അങ്ങനെ സ്റ്റോപ്പ് ചെയ്യും. അപ്പോൾ ഇന്നെന്തായാലും ഞാൻ ഒരു ഫുൾ വ്ളോഗ് ആയിട്ട് എടുക്കണം എന്നാണ് വിചാരിക്കുന്നത്. വിഷുവിൻ്റെ ആ ടൈമിൽ വന്നപ്പോഴും ഞാൻ അതേപോലെ സ്റ്റാർട്ട് ചെയ്ത് വെച്ചിരുന്നു കേട്ടോ. അതും കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ഇന്നെന്തായാലും നമുക്ക് ഒരു സൺഡേ ഇൻ മൈ ലൈഫ്, എൻ്റെ വീട്ടിലുള്ള ഒരു സൺഡേ നമുക്ക് ചെയ്യാം. അപ്പോൾ വെൽക്കം ടു നിത്യ ദി അൺഫിൽറ്റേഡ്. അമ്മ അവിടെ ചക്ക കൊയ്യുന്നുണ്ട് കേട്ടോ, കാണിച്ചു തരാം. ചുട്ടുപ്പി ചക്ക കൊറേ പോയെടുത്തിട്ട് വാ. ഓ ഓ ആ ചെറുതാമ്മേ. വലിയ പിടിച്ചോ? അമ്മയ്ക്ക് ഒരു ഗ്ലാസ് ചായ എടുത്തരോ? ആയിക്കോട്ടെ. കുക്കറിലേക്ക് ആക്കിയാലോ? ചൂടെന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂടാണ്. ഞാൻ വിചാരിക്കുകയാണ് വെറുതെ അല്ലേ ഇംഗ്ലീഷുകാരൊക്കെ കുറച്ച് തുണി മാത്രം ഇട്ട് നടക്കുന്നതല്ല, ഇമ്മാതിരി ചൂടത്ത്. നല്ല ചക്കയും മീൻകറിയും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ വാഴേൻ്റെ ഇല എടുക്കാമെന്ന് വിചാരിച്ച്. ഉപ്പൂത്തിൻ്റെ ഇല അറിയോ നിങ്ങൾക്ക്? ആദ്യം ഉപ്പൂത്തിൻ്റെ ഇല എടുക്കാമെന്ന് വിചാരിച്ചു, പിന്നെ വിചാരിച്ച് വേണ്ട, വാഴേൻ്റെ ഇല എടുക്കാം. ഇലയൊന്നും ഇല്ല, ഇതിൻ്റെ മേലെ കഴിഞ്ഞുണ്ട്. എടുക്കട്ടെ. ഇതിൽ കഴിക്കാം. പൂവാണോ? അരി വേണോടാ? അരി വേണോ? ഓ, കുറച്ച് അരി എടുത്ത് തരട്ടെ. അവിടെ നിക്ക്, പോവല്ലേ. പോയോ? എന്നാ വാ. ഇതാ ഇവിടുന്ന് എടുത്തേ. എന്നടാ ശേ, നിക്കണ പോലില്ല, നേരെ പോ. എനിക്ക് അരി വേണോ? എന്നാ വേണേ കഴിച്ചോ. ഒന്ന് കട വരെ പോകാനുണ്ട് കേട്ടോ, ചിക്കൻ വാങ്ങണം. ഇവിടെ ഭയങ്കര ചൂടാണേ. അവിടെ എല്ലായിടത്തും ചൂട് തന്നെ ആയിരിക്കും, പക്ഷെ വിങ്ങുന്ന ചൂടാണ്. ഡ്രസ് ഇല്ലേ? വീട്ടിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഏറ്റവും മടിയുള്ള കാര്യമാണ് ഡ്രസ്സ് മാറ്റിയിട്ട് പുറത്തേക്ക് പോകാന്നുള്ളത്. ഇപ്പോൾ കടയിലേക്ക് പോകാനാണെന്നുണ്ടെങ്കിലും ഭയങ്കര മടിയാണ്. കാരണം കംഫേർട്ടായിട്ടുള്ളൊരു ഡ്രസ്സ് ഇട്ടിട്ട് ഒരു ഭാഗത്ത് ഇങ്ങനെ മടി പിടിച്ച് അങ്ങനെയാണ് വീട്ടിലുള്ള ദിവസം. അപ്പോൾ ഇപ്പം എന്തായാലും വീട്ടിൽ വേറെ ആരും ഇല്ലാത്തതുകൊണ്ട് ചിക്കൻ പോയിട്ട് വാങ്ങണം. പോയി വന്നിട്ട് കാണാം കേട്ടോ. ഇത് ഞാൻ പഠിച്ച അംഗനവാടി കേട്ടോ, പണ്ട് പഠിച്ചേ. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇങ്ങനെ നടന്നു വരുമായിരുന്നു ഈ വഴിയൊക്കെ. ഇപ്പോൾ കുറേ മാറി, ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. എല്ലാം മൊത്തം റെനോവേറ്റ് ചെയ്ത് അടിപൊളിയാക്കിയിട്ടുണ്ട്. ഓക്കെ, എന്നാ പോട്ടെ.
കഴിഞ്ഞ തവണ ഞാനൊരു ചെറിയ ഷോർട്സ് എടുത്തപ്പോൾ ഇത് ചെറുതായിരുന്നു കേട്ടോ. ഈ ചക്കെല്ലാം ഇപ്പോൾ വലിയ ചക്കയായി, ഇനിയും വലുതാവാനുണ്ട്. ഇത് പഴുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മമ്മന്റെ കൂടെ ഒരു ദിവസം 2 ചക്ക മുറിച്ച്. 2 ചക്കയോ? ഓക്കെ. ഇവിടെ നിങ്ങൾ അങ്ങനെ ഈ ചക്ക ഭയങ്കര ടേസ്റ്റുള്ള ചക്കയാണ്, വരിക്ക ചക്ക. ഒരു ഓറഞ്ച് കളറിൽ നല്ല തേൻ മധുരമുള്ള അടിപൊളി ചക്കയത്. ഇത് ഞങ്ങളുടെ അല്ല, അപ്പുറത്തെ പറമ്പിൽ ആണ്. പക്ഷെ ഞങ്ങളുടെ ഇതുപോലെ നോക്കും. പിന്നെ അവിടെയൊക്കെ ഉണ്ട് ചക്ക, കണ്ടോ? അതാ അവിടെ ചക്കയുണ്ട്. പിന്നെ ഇവിടെ ചക്കയുണ്ട്. ഇവിടെ വേറൊരു മരം, അവിടെ ചക്കയുണ്ട്. നല്ല ചൂടത്ത് സിപ്പപ്പ് കഴിക്കുക. പിന്നെ ഞങ്ങൾക്ക് 3 റംബൂട്ടാൻ്റെ മരം ഉണ്ട് കേട്ടോ. കുറച്ച് വലുപ്പമായിപ്പോയി, അതൊരെണ്ണം. പിന്നെ ഇത് 2 ഓരോന്ന്. ഇതിൻ്റെ മേലെ കായാവുന്നുണ്ട്. നോക്കട്ടെ ഇവിടുന്ന്. അതാ ഇതുണ്ടോ? അതാ കായ ആയിട്ടുണ്ട്. 3 എണ്ണത്തിൻ്റെ മേലെയും കായുണ്ട്. പക്ഷെ ഇത് കുറച്ച് നല്ല ഹൈറ്റ് ആയിപ്പോയി, നമ്മൾ വെട്ടി കൊടുക്കൊന്നും ചെയ്യാത്തതുകൊണ്ട്. പിന്നെ ഞങ്ങൾക്ക് 2 മാവ് ഉണ്ടായിരുന്നു കേട്ടോ. ഒന്ന് ചേലൻ മാവ് ഇല്ലേ, അത് നേരെ ബാക്കിൽ അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ അത് ഭയങ്കര ഹൈറ്റ് ആയിപ്പോയി. പിന്നെ ഒറ്റ തവണ ഞങ്ങൾക്ക് അതിൻ്റെ മേലെ നിറച്ച് മാങ്ങയായിട്ട് കിട്ടിയിട്ടുള്ളൂ. പിന്നെ ഇത്തിൽ കണ്ണി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചെടി ഒരു സാധനം ഇങ്ങനെ അതിൻ്റെ മേലെ കൂടെ നിറയാൻ തുടങ്ങി. പിന്നെ അത് ഞങ്ങൾക്ക് എത്താത്ത ഹൈറ്റിലായി. അവസാനം അത് മുറിച്ച് കളഞ്ഞു. പിന്നെ അപ്പുറത്തെ ഭാഗത്ത് വേറെ ചെറിയൊരു മാവുണ്ട്, മൂവാണ്ടനാണെന്ന് തോന്നുന്നുണ്ട്. നല്ല പുളിയുള്ള മാങ്ങ. അതിൻ്റെ മേലെ ഇപ്പോൾ എല്ലാ വർഷവും ഉണ്ടാവുന്നുണ്ട്. പക്ഷേ അതിലും ഇതേപോലെ മറ്റേ ആ ചെടി ഇത്തിൽക്കണ്ണി, അത് അതിൻ്റെ മേലെ ചുറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കായ കുറയും തോന്നുന്നുണ്ട്. അപ്പം അങ്ങനെ. ഈ ഡ്രസ്സില്ലേ, ഇത് എനിക്കൊന്ന് എൻ്റെയൊക്കെ പ്രായം ഉണ്ടാവും ഈ ഡ്രസ്സിന്. എൻ്റെ വലിയച്ഛന്, അമ്മേൻ്റെ ചേച്ചീൻ്റെ ഭർത്താവ് ഗൾഫിൽ നിന്ന് വന്നപ്പോൾ കൊടുത്താണ്. ഇത് എനിക്ക് തോന്നുന്നു ഒറിജിനൽ സീക്കേൻ്റെ ആണെന്ന്. കാരണം അല്ലാന്നുണ്ടെങ്കിൽ ഇത്ര ക്വാളിറ്റിയിൽ ഇത്ര കാലത്ത് നിൽക്കൂല. ഞാൻ എപ്പോൾ വന്നാലും എപ്പോഴും ഇടാൻ വേണ്ടിയിട്ട് എനിക്ക് ഈ ഡ്രസ്സ് ഭയങ്കര ഇഷ്ടമാണ്. ഇത് ഭയങ്കര കംഫർട്ടാണ്. ഇത് തന്നെ ഇട്ടിട്ട് അങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ. ഫുള്ള് ഇത് നൂലെല്ലാം പൊന്തിയിട്ടുണ്ട്. പക്ഷെ ഞാനിപ്പോഴും ഇതിടും. പോപ്പിനെ കാണിച്ചേരേ. പോപ്പിനെ അയച്ചപ്പോൾ വിളിച്ചാ. അതിന്റെ ബെൽറ്റ് എന്താ ഇപ്പൊ അമ്മേ? ഇപ്പൊ പോപ്പൊന്നും ചെയ്യില്ലല്ലോ കുട്ടീനെ. പൂപ്പുകുട്ടാ നീ അവിടെ കിടന്നോ? അതന്നെ അങ്ങനെ ഇരിക്കുന്നേ, അനങ്ങാതെ കിടക്ക. പൂപ്പു മോനു ഇപ്പൊ തൊടണ്ട. ചിലപ്പോ എന്തോ മണം പിടിച്ചിരിക്കുകയാണോള്. തുണി എന്തേ വിരിച്ചു കൊടുക്കായിരുന്നു അല്ലേ? തുണി എടുത്തിട്ട് വരാം കിടക്കാൻ. അത് ഡേർട്ടാണ്. അമ്മച്ചന്റെ റൂമിൽ നിന്ന് പശ എന്തെങ്കിലും എടുത്തിട്ട് വാ. പോപ്പി സ്റ്റാൻഡ് എടുക്കാത്തോണ്ടേ ഇത് ഒരു ഭാഗത്ത് വെക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ചെയറിന്റെ മേലെ വെച്ചിട്ട്. കിട്ടിയോ? അതൊക്കെ ഇല്ലടാ.
ആണോ? എടുത്തോന്നോ. ഇതില്ലേ നാടൻ കശുവണ്ടി ചുട്ടെടുത്തതാണേ. ഞങ്ങൾ പോപ്പീൻ്റെ അടുത്ത് ഇരിക്കുമ്പോഴത്തേന് അമ്മ അത് കുത്തി പൊട്ടിച്ച് കഴിഞ്ഞ് കിട്ടുന്നില്ലല്ലോ. ഇത് ചുട്ടെടുത്തിട്ട് കുത്തി പൊട്ടിച്ചെടുക്കുമ്പം ഇങ്ങനത്തെ കശുവണ്ടി കിട്ടും. ഇവിടെ ഉണ്ട് മരം. മേലെ എല്ലാം വീണ് കഴിഞ്ഞു തോന്നും. കാണുന്നുണ്ടോ എവിടെയെങ്കിലും? ഓൾമോസ്റ്റ് തീർന്നിട്ടുണ്ട്. നമ്മൾ സാധാരണ വാങ്ങുന്ന കടയിൽ നിന്ന് വാങ്ങുന്ന കാഷ്യൂസ് ഇല്ലേ, ഇതിനെക്കാട്ടിലൊരു ഡിഫറെൻറ്റ് ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾ തിന്നു കഴിഞ്ഞാൽ ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കും. പിന്നെ അത് ചുടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതിങ്ങനെ ചൂടാവണതിനനുസരിച്ച് അതിൻ്റെ കറ അങ്ങനെ തെറിക്കും. കഴിഞ്ഞ ദിവസം ഞാൻ വന്നപ്പോൾ ചുട്ടപ്പോൾ അത് തെറിച്ചിട്ട് ഇവിടെയൊക്കെ നിറച്ചും അതിൻ്റെ കറയായിരുന്നു. ചെറുപ്പത്തിലൊക്കെ ഇതന്നെ ഒരു പണിയായിരുന്നു. പെറുക്കി കൊണ്ടുവരിക, ചുടുക, കഴിക്കുക. പിന്നെ ഇതിൻ്റെ ഇതില്ലേ, ഞങ്ങളതിന് പറങ്കി മാങ്ങ എന്നാണ് പറയുക. എന്താ അതിന് പറയാൻ അറിയില്ല. കശുവണ്ടീൻ്റെ മേലുള്ളൊരു ഫ്രൂട്ട് പോലത്തെ ഒരു സാധനമല്ലേ. ഞങ്ങൾ ചെറുപ്പത്തിൽ അതിങ്ങനെ പിഴിഞ്ഞ് അതിൻ്റെ നീരെടുത്തിട്ട് ബുളുബുളു മുട്ടായി എന്നാണ് പറയുക. പിഴിഞ്ഞിങ്ങനെ നീരെടുത്തിട്ട് അമ്മേൻ്റെ അടുക്കളയിലത്തെ പഴയ ചട്ടിയൊക്കെ കൊണ്ടുപോയി അതിങ്ങനെ പഞ്ചസാരയൊക്കെ ഇട്ട് ഉരുക്കി ചൂടാക്കിയിട്ട് ഇങ്ങനെ ഒരു സ്റ്റിക്കി ഇതാവും. എന്നിട്ട് അതിങ്ങനെ ഉരുട്ടിയെടുത്തിട്ട് പല്ലുമലൊട്ടി എന്ന് പറഞ്ഞിട്ടൊരു മുട്ടായി ഉണ്ടായിരുന്നു. ഇത്ര ആൾക്കാർക്ക് അറിയാമെന്നുള്ള അറിയില്ല. നമ്മളൊക്കെ ചെറുപ്പത്തിൽ കുറേ വാങ്ങി കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ ഹോം മെയ്ഡായിട്ട് സാധനം ഉണ്ടാക്കും. ഞങ്ങൾ ആ വീടിൻ്റെ നേരെ ബാക്കിൽ അവിടെ ഞങ്ങളെ വല്യച്ഛൻ്റെ പറമ്പുണ്ട്. അവിടെ വലിയൊരു ഇതുണ്ടായിരുന്നു, കശുമാവ്. എന്നിട്ട് അതിൻ്റെ മേലെ ഊഞ്ഞാലൊക്കെ കിട്ടി ആടും. എന്നിട്ട് അവിടെ നിന്ന് കിട്ടുന്ന കശുവണ്ടി എടുത്തിട്ട് ഈ അണ്ടി ചുട്ട് കഴിക്കുകയും ചെയ്യും. പിന്നെ അതിൻ്റെ മാങ്ങ ഇതേപോലെ ഒരു സ്വീറ്റാക്കിയിട്ട് അങ്ങനെ കഴിക്കും. അതൊക്കെ ഒരു ഓർമ്മക്കാലം. ഇവിടെ ഒരു സീക്രട്ട് ഉണ്ട്. എന്തത്? നോട്ടെ, നല്ല റൗണ്ടാണുള്ളത്. എവിടെ നെട്ടിയേ? അത് അമ്മ ചേച്ചി എടുത്തതാ. ആണോ? അത് പുഴയിൽ നിന്ന് എടുത്തായിരിക്കും അല്ലേ? നല്ല ഷേപ്പുള്ള കല്ല്. സൂപ്പർ. ഉരുളക്കിഴങ്ങ് വയലുള്ള കല്ല്. പൊട്ടേറ്റോ പോലെ ഉണ്ട്. മേലെ വീഴണ്ട അത് കേട്ടോ. പോപ്സ് പോപ്സ് ബൈ ബൈ. ഇതാണ് ഞങ്ങൾക്ക് ഇപ്പോഴുള്ള മാവ്. കണ്ടോ? ഇത് ഈ കാട് പോലുള്ളതെല്ലാം ആ പറഞ്ഞ ചെടി ഇത്തിൽക്കണ്ണി എന്നാ പറയാ. മൊത്തം ചുറ്റിയിട്ടുണ്ട്. എന്നിട്ട് ഇതാ ഇതാണെങ്കിൽ കുറച്ച് മാങ്ങയുള്ളൂ. കണ്ടോ? ഇവിടെ മുതൽ അങ്ങോട്ട് മൊത്തം ഇത്തിൽക്കണ്ണിയാ. ഈ സാധനം ഇല്ലാത്തപ്പം കുറേ മാങ്ങ ഉണ്ടാവേ. പക്ഷെ ഇനിയിപ്പോൾ ഇതെങ്ങനെ ഒന്നും പോക്കാന്നൊന്നും അറിയില്ല. നിറച്ച് പടർന്നു. അതേപോലെ ഈ ഉറുമ്പില്ലേ, പുളിയുറുമ്പ്, അതുമാണ് നിറച്ചു. കൊത്തമ്മേ പിടിച്ചാല് എന്നെ കൊത്തും തോന്നുന്നുണ്ട്.
വഴിയില്ല ശരിക്ക്. അയ്യോ ഒരാള് വാ. രണ്ട് കൈ വേണം അവരെ പിടിക്കുന്നു. അക്രമായി പോവും. കിട്ടില്ല. ഇതുണ്ടോ വഴുതന? വഴുതന കുട്ടി. പച്ചമുളക്, ഇതൊക്കെ പച്ചമുളകാ. പിന്നെ മുരടിച്ചു പോയ ഒരു കർമൂസ മരം. ഇവിടെ വറുത്തരച്ച ചിക്കൻ കറിയും ചോറുമാണ്. അടുപ്പിൻ്റെ അടുത്ത് നിൽക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര വിങ്ങുന്ന ചൂടാട്ടോ. ആ ഒന്ന് മതി അമ്മേ. എല്ലാ വീട്ടിലും ഇങ്ങനത്തെ ഒരു ചീൻചട്ടി ഉണ്ടാവല്ലേ? ഉപയോഗിച്ച് കറുത്ത ചീൻചട്ടി. അമ്മ അവിടുന്ന് പച്ചമുളകൊക്കെ പറിക്കുകയാണ്. ഇടയ്ക്കൊരു മഴക്കാറാണ്, പക്ഷെ ഇടയ്ക്ക് നല്ല വെയിൽ വേണം. ആ മഴക്കാറുള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നു ഭയങ്കര വിങ്ങുന്ന ചൂടാ. അങ്ങനെ വറുത്തരച്ച ചിക്കൻ കറി എപ്പോഴെങ്കിലും വെക്കലല്ലോ കേട്ടോ. അമ്മ ഇന്ന് സാധാ ചിക്കൻ കറി തന്നെ വെക്കാൻ വേണ്ടി വിചാരിച്ചായിരുന്നു. പക്ഷെ ഇന്നലെ ഇങ്ങനെ അപ്പുറത്തെ വീട്ടിൽ നിന്ന് വറുത്തരച്ച ചിക്കൻ കറി വെച്ചെന്ന് അമ്മ അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ശരിയാണ് നമുക്ക് വറുത്തരച്ച ചിക്കൻ കറിയാണ്. ഞാൻ ഇവിടെ വീട്ടിൽ വന്നാൽ ഞാൻ ഇവിടെ അടുക്കളയിലേക്ക് കയറലൊന്നുമില്ല, ഒന്നും ഞാൻ നോക്കില്ല, എല്ലാം അമ്മ ചെറിയ. അപ്പം ഒന്ന് അടുക്കളയിൽ കയറാമെന്ന് വിചാരിച്ചു. അത് അങ്ങനെ വന്ന് കൊത്തുന്നേ? പിന്നെ മാത്രമേ കൊത്തുന്നുള്ളൂ. പഴുക്കാതെ കൊത്തിയാൽ പിന്നെ കോഴിനെ എടുത്തേക്കിയത് പോലെ. രണ്ടാളിവിടെ ലുഡോ കളിക്കണം. കൊച്ചി അതാരുമല്ല, മേമ വീഡിയോ എടുത്ത. അതിൽ കയറി കിടന്നോ? ഞാൻ എടുക്കട്ടെ. മഞ്ഞ കളറായിണ്ട്. മണ്ണായിട്ടാ. അങ്ങനെ വെച്ചതിന് വേദന ആവൂലേ? പോപ്പു നല്ല സുഖണ്ടോ? നല്ല തണുപ്പാ. തൊട്ടോക്ക്. തൊട്ടേക്കോ. തൊട്ടോ? തലയിലൊഴിഞ്ഞോ? മാമേന്റെ ഫ്രണ്ടിന്റെ വീട്ടിലുണ്ടല്ലോ ഒരു ഷിറ്റ്സു. ഇതത് ഒരു കൈ പൊക്കി വെച്ചേ. വെള്ളം ഒഴിക്കാനോ? നാമത പുറത്തിട്ട് നല്ല സുഖല്ലേ? ഓ എരുണ്ടോ? എരുണ്ട് കേട്ടോ. നല്ല മുളക് ഇട്ടേന്. അരിഞ്ഞില്ലേ? അനാദ്യം ഒന്നുകൂടിയാണോ?
ആ മുളക് പൊടി ഇന്ന് നല്ല എരിവുണ്ട്. സമയം 1:30. ചൂടെടുത്തിട്ട് നിക്കാൻ പറ്റും. കുട്ടാ തുള്ളി വെള്ളവും അടത്തേക്ക് വെള്ളം അതില് ഉണ്ട് കുറച്ച്. ഞാൻ അതിന് ചക്ക കൊണ്ടായാലും അവിടുത്തെ ചൂടുകൊണ്ട് വേഗം ഇതായിപ്പോവും, കേടായിപ്പോവും. ഇത് തിളച്ച് റെഡിയായി. കുറച്ച് ചെറിയുള്ളും കൂടെ വറുത്തിട്ടാൽ കറി റെഡിയായി. കൂട്ടാ ഇതിൽ കുറച്ച് ഉപ്പ് ഇടുമോ? അമ്മൂട്ട കത്തിയൊന്നും അമ്മമ്മയ്ക്ക് എടുത്തുകൊണ്ടാണ്. അത് അണ്ടി കൊണ്ടെടുത്തിട്ട് കുറേ ഇത് നല്ല മധുരണ്ടമ്മേ. ഇത് എവിടുത്താ എടുത്താ വിളിച്ചു. കളിച്ചോ? ഞാൻ അത് നോക്കട്ടെ. അമ്മുക്കുട്ടി ഇത്തിരി തീറ്റ കൊണ്ടുവരോ? സിംബ തണുപ്പ് പറ്റി കിടക്കേ. കുറച്ചിട്ടോ, നല്ല കൊറേ ഇട്ടു. വിടോ, ഈ മഞ്ഞ ഓറഞ്ചും മാത്രമേ ഉള്ളൂ. ഈ ഗോൾഡ് ഫിഷ് അതിന് കുട്ടികളുണ്ടായിരിക്കുന്നു തോന്നൂല. അതാ വയലറ്റ് ഉണ്ട് വീടോ, അതാ നോക്ക്. പോയി പച്ച ഓറഞ്ച് ഇല്ല. എവിടെ? ഒരാളിപ്പോ സിംബ പേടിച്ചു. സിംബ ഞാൻ തന്നെ പോയിക്കൂടെ? മാങ്ങേന്റെ അത്ര അല്ല, തേങ്ങേന്റെ അത്ര വലുപ്പുണ്ട്. മാങ്ങതാ വാങ്ങിയതല്ലേ? മധുരം ചെറുതാക്കി വെച്ചേ. ആ മാങ്ങയ്ക്ക് ചിലപ്പോ ഒരു വികാരം ഉണ്ടാവില്ല അല്ലേ? ഇതിന് മധുരണ്ടോ? എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നുന്നില്ല. പുളിയുണ്ട്, പുളി മാത്രമേ ഉണ്ടാവും ചിലപ്പോ. ചെറിയ മധുരം ഉണ്ടോ? ഇതെട്ടായിട്ടാലോ? വീട്ടായിരിക്കും.
എടുക്കാണ്. പിടിച്ചു നോക്കട്ടെ കിട്ടും. അയ്യോ, ചിക്കൻ കറി റെഡി. തലഞ്ച് ചോറ്, ചിക്കൻ കറി, പയറുപ്പേരി, തൈര്, അച്ചാർ. കഴിക്കാ അമ്മുക്കുട്ടി? അമ്മുക്കുട്ടി അമ്മേനൊക്കെ വിളിച്ചിട്ട് വാ. വരി വരിക്കിരുന്ന് അപ്പൊ അതൊക്കെ ഇന്ന് ചൈനീസ് തിന്നാണ്. അയ്യോ അയ്യോ. ഓക്കെ, അപ്പോൾ ചോറൊക്കെ കഴിച്ചു, കുറച്ച് മാങ്ങയൊക്കെ കഴിച്ച്, അത്രയേ ഉള്ളൂ. ഇനി കുറച്ച് നേരം റെസ്റ്റ് എടുക്കണം. പിന്നെ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞാൽ ഇവിടേക്ക് പോകും കേട്ടോ, തിരിച്ച് വീട്ടിലേക്ക് പോകും, കല്ലായിക്ക്. അപ്പോൾ ഇന്നത്തെ വിശേഷം അത്രയൊക്കെ ഉള്ളൂ. വീട്ടിലുള്ള സിമ്പിളൊരു ദിവസമാണ്. ഞങ്ങളെല്ലാവരും ഞങ്ങളെ അതേ വേഷത്തിൽ തന്നെയാണ്, അതായത് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഡ്രസ്സ് ഇടുക അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. പിന്നെ അത് പ്രത്യേകം എടുത്ത് പറഞ്ഞാൽ എന്താ വെച്ചാൽ, അമ്മയ്ക്കൊന്നും അറിയ പോലും ഇല്ല വീഡിയോ എടുക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പം അമ്മയൊക്കെ പഴയ ഒരു ഡ്രസ്സിലാണ് ഉള്ളത്. അപ്പം ആരും ജഡ്ജ് ചെയ്യണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എടുത്ത് പറഞ്ഞത്. ഇനിയും കുറച്ച് വിശേഷങ്ങളും കൂടെ ഉണ്ട്, ഞങ്ങളെല്ലാവരും കൂടെ ചായ കുടിക്കുക അങ്ങനത്തെയൊക്കെ. പക്ഷെ അതും എടുത്തു തുടങ്ങാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പം ഒരു എൻ്റെ ആവില്ല. അപ്പോൾ ഇതും ഞാൻ മുന്നേ പറഞ്ഞതുപോലെ തന്നെ പകുതി വഴിയിൽ നിന്ന് പോസ്റ്റ് ചെയ്യാതെ ആവും. അപ്പം അതുകൊണ്ട് ഞാൻ ഇതിവിടെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഒരു മിനിറ്റ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതാകുമ്പം എനിക്കിനിയും വരുമ്പോൾ ഇങ്ങനത്തെ ദിവസങ്ങളൊക്കെ എടുക്കാമല്ലോ. അപ്പോൾ അത്രയേ ഉള്ളൂ. നല്ല മഴക്കോളുണ്ട് കേട്ടോ, ഇടിയൊക്കെ വെട്ടുന്നുണ്ട്. എന്തായാലും മഴ പെയ്യുമായിരിക്കും, ചൂടിന് കുറച്ചൊരു ആശ്വാസം ഉണ്ടാവല്ലോ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ. ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.